ലൈംഗികാതിക്രമ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് മുകേഷ് എംഎൽഎയുടെ അഭിഭാഷകൻ ജിയോ പോൾ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഇന്ന് കൊച്ചിയിൽ എത്തിച്ചേരുമെന്നും മുകേഷ് അറിയിച്ചിട്ടുണ്ട്. മുകേഷുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് ജിയോ പോൾ ജനം ടിവിയോട് വ്യക്തമാക്കി. മുകേഷിന്റെ രാജ്യ ആവശ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തുന്ന ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. കൊച്ചിയിലെത്തിയ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്താനായിട്ടുള്ള ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിട്ടുള്ള ജിയോ പോളാണ് ഈ സമയം നമ്മോടൊപ്പം ചേരുന്നത്. ഏതായാലും സർ, മുകേഷ് കൊച്ചിയിലേക്ക് വരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്താണ് സാറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്? മുകേഷിനെ കാണേണ്ടതുണ്ട്. മുകേഷിൻ്റെ കേസിനെ കുറിച്ച് അദ്ദേഹമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. മുകേഷ് കൊച്ചിയിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. ഇന്ന് എങ്ങനെയായിരിക്കും താങ്കൾ ഓഫീസിൽ വന്ന് കാണുമോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചായിരിക്കുമോ കൂടിക്കാഴ്ച? ഞാൻ 11 മണിക്ക് കോടതിയിലേക്ക് പോകാൻ, എനിക്ക് കോടതിയിൽ നിന്ന് സാക്ഷികളുള്ള ദിവസമാണ്. എൻ്റെ കേസും വിസ്താരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സാധാരണ ഓഫീസല്ലേ കാണേണ്ടത്. ഓഫീസിലാണ് അദ്ദേഹം സാധാരണഗതിയിൽ വരേണ്ടത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായിട്ട് എങ്ങനെയായിരിക്കും മുന്നോട്ട് ഇനി എങ്ങനെയായിരിക്കും സഹകരണം? ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണം എന്ന് പറയുന്നത് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. തെളിവുകൾ ശേഖരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്ടിമിനെ, എസ്പെഷ്യലി ഒരു സെക്ഷൽ ഒഫൻസ് കേസാകുമ്പോൾ വിക്ടിമിൻ്റെ 164 രേഖപ്പെടുത്തണം, വിക്ടിമിൻ്റെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം, വിക്ടിമിനെ പ്രതിയെ കാണിച്ച് തിരിച്ചറിയണം, സാക്ഷികളെ കണ്ട് ചോദ്യം ചെയ്യണം, കൃത്യസ്ഥലം മഹസർ തയ്യാറാക്കണം, പ്രതിയെ ചോദ്യം ചെയ്യണം, പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തണം, പ്രതിയുടെ മൊഴിയും വിക്ടിമിൻ്റെ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യതകൾ, വസ്തുതാപരമായ കൃത്യതകൾ അനലൈസ് ചെയ്യണം. അന്വേഷണ ഉദ്യോഗസ്ഥന് അത് വെച്ചിട്ടൊരു ഫൈൻഡിങ്ങിലേക്ക് എത്തണം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ആ അന്വേഷണം മുകേഷിനെ സംബന്ധിച്ച് ഒറ്റ നിലപാടേ ഉള്ളൂ. ഈ അന്വേഷണവുമായിട്ട് ഏതറ്റം വരെ സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന ഏത് നിമിഷവും അദ്ദേഹത്തെ പോയി കാണാനും അദ്ദേഹത്തിന് മൊഴി കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. നമ്മൾ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം സത്യം തെളിയിക്കുക എന്ന് പറയുന്നത് അന്വേഷണമായിട്ട് സഹകരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടാനോ ഒന്നുമില്ല. വി ആർ പ്രിപ്പയർഡ്. ഈ കേസിൻ്റെ ആരോപണത്തിൻ്റെ തുടക്കം മുതലേ അന്വേഷണമായിട്ട് സഹകരിച്ച് സത്യം വെളിവാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. നന്ദി. ഏതായാലും സാറ് ഇന്ന് അദ്ദേഹം വരും എന്നുള്ളൊരു കാര്യം ഉറപ്പാണോ? അത് എനിക്കറിയില്ല. എന്നെ ഇന്ന് വിളിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ വരാൻ നോക്കാം, ഞാൻ വരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ല. ഇന്ന് ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അഭിഭാഷകനും വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ ബിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.